ദൈവത്തിൻ്റെ കൃപയാൽ റോമാലേഖത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോട് ആസ്പദമായിട്ട് നമ്മൾ ഏകദേശം 4 ക്ലാസ്സുകൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ദൈവമേ കർത്താവ് നമ്മളെ സഹായിച്ചു. ക്രിസ്തുവേശുവിൽ കൂട്ടി വരുത്തിയ ഓരോ ജനത്തിനും ദൈവനാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വന്നിരുന്ന വിഷയങ്ങൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താലുള്ള മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ മാനവരാശിയുടെ സൗജന്യമായ നീതീകരണം എന്നാണ് ഈ റോമാലേഖനത്തിൻ്റെ തീമായിരിക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആമേ സ്തോത്രം, ദൈവം ഒരു വ്യക്തിയെ നീതിമാൻ എന്ന് കണക്കിടുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ പ്രൊക്ലെയിം ചെയ്യാൻ തക്കവണ്ണം അവനെ റൈഷ്യസ് ആക്കി എടുക്കുക. ഇതാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതും ഓരോ നിയമപരമായ രീതിയിൽ ജുഡീഷ്യൽ വേയിലായിരിക്കണം. അത് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ജുഡീഷ്യൽ വേയിൽ ഇന്ന് വളരെ തെറ്റിദ്ധാരണയിൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ ആർബിട്രറി വില്ലിൽ സ്വച്ഛ അധികാരത്തിൽ അവൻ ഓരോരുത്തരെയും രക്ഷിക്കുന്നു എന്നൊരു ചിന്താഗതി മാനവ തലമുറയുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ട്. അത് തീർത്തും തെറ്റാണ്. സൈത്താനായവൻ വളരെ തന്ത്രപൂർവ്വം തെറ്റായ ഉപദേശങ്ങൾ മനുഷ്യഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് ദൈവനീതിക്ക് വില കൽപ്പിക്കാതെ പല വിധത്തിലും മനുഷ്യനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നല്ല, വളരെ മുമ്പേ തന്നെ ഉണ്ടത്. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൽ കൂടെ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തുവാനാണ് ഈ റോമാലേഖനത്തിൽ കൂടെ ദൈവപ്രവൃത്തിയെ, ദൈവ പദ്ധതിയെ വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ബ്രീഫായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ്റെ ക്രിയേഷനെ കുറിച്ച് നാം പഠിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 തുടങ്ങി 28 വാക്യങ്ങൾ നാം പഠിച്ചു. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ എങ്ങനെയാണ് മനുഷ്യനെ നിർമ്മിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിച്ചതെന്ന കാര്യത്തെക്കുറിച്ച് പഠിച്ചു. നിലത്ത് പൊടിയിൽ നിന്ന് മനുഷ്യൻ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറഞ്ഞാൽ ആ ഔട്ടർ പാർട്ട് ഈ ഡസ്റ്റിൽ നിന്ന് എടുത്താണ്. അതിനകത്താണ് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുള്ളത്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്നർ മാൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്, എസ്പെഷ്യലി ബാഹ്യലോകം, ഫിസിക്കൽ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുന്നത്. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു. കണ്ണല്ല കാണുന്നത്, കണ്ണിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൈൻഡാണ് കാണുന്നത്. ഇതെല്ലാം നമ്മൾ ഡീപ്പ് സ്റ്റഡിയിലേക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളല്ല പ്രവർത്തിക്കുന്നത്, നമ്മുടെ അകത്തിരിക്കുന്ന നമ്മുടെ സോളും, എസ്പെഷ്യലി സോളാണ് അതിനകത്ത് മേജർ പാർട്ട്. സോളിനകത്തായിരിക്കുന്ന മൈൻഡാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബാഹ്യലോകം, ഫിസിക്കൽ വേൾഡുമായിട്ട് ഇടപെടുന്നത്. എന്നാൽ അതേപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ വേൾഡിനെ നമുക്ക് കണ്ടുകൊണ്ട് ഫിസിക്കൽ ഒബ്ജക്റ്റിനെ കാണാം. നമ്മുടെ ത്വക്ക് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സെൻസ് കൊണ്ട് നമുക്ക് ഫിസിക്കൽ ഒബ്ജക്റ്റുകളെ സെൻസ് ചെയ്യാം. നമ്മുടെ ചെവി കൊണ്ട് ഫിസിക്കൽ സൗണ്ടുകളെ നമുക്ക് കേൾക്കാം. അതേപോലെ തന്നെ ഒരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. ആ സ്പിരിച്വൽ ബോഡി കൊണ്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ മാനെ കൊണ്ട് അല്ലെങ്കിൽ അകത്തെ മനുഷ്യനെ കൊണ്ട് നമുക്ക് സ്പിരിച്വൽ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സ്പിരിച്വൽ വേൾഡിലെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. സ്പിരിച്വൽ വേൾഡിലെ കാര്യങ്ങൾ നമുക്ക് ആത്മീയ കണ്ണുകൾ തുറന്നാൽ നമുക്ക് കാണാം. അതുപോലെ സ്പിരിച്വൽ വേൾഡിന് നമുക്ക് നമ്മുടെ സ്പിരിച്വൽ മൈൻഡ് കൊണ്ട് സെൻസ് ചെയ്യാം. സംശയിക്കേണ്ട, ദൈവം അതിന് തക്കതായ സമയങ്ങൾ ഒരുക്കുമ്പോൾ അതാത് സമയത്ത് എപ്പോൾ ആർക്ക് വെളിപ്പെടുത്തണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് ഓരോരുത്തർക്കും വെളിപ്പെടുത്തിക്കോളും. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തെടുക്കുന്ന പദ്ധതിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദൈവം എത്രമാത്രം ആയിരിക്കുന്നുവോ അതേപോലെ വിശുദ്ധനായിട്ട് ദൈവം എറ്റേണൽ ആയിരിക്കുന്നത് പോലെ എറ്റേണലായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഇവിടെ ഫെല്ലോഷിപ്പ്, ഇമേജ് ഓഫ് ഗോഡ് നമുക്ക് കാണുന്ന അവിടെ ദൈവത്തിൻ്റെ തേജസ് വസിച്ചുകൊണ്ട്
അവൻ്റെ ഇൻറ്റേർണൽ ഫാക്കൽറ്റീസിനെയും ബോഡിയിലെ ഫാക്കൽറ്റീസിനെയും എടുത്ത് യൂസ് ചെയ്തുകൊണ്ട് അവനിൽ വസിച്ചുകൊണ്ട് ദൈവം ലോകത്തെ ഭരിക്കുകയായിരുന്നു. ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, സകല ഭൂചര ജന്തുക്കളെയും അവരുപയോഗിച്ചുകൊണ്ട് ഭരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ സിങ്കർണസ്ഡ് ആയിട്ട് ദൈവം നേരിട്ട് ഭരിക്കുന്ന തുല്യമായിട്ട് തന്നെ ആദം എന്ന ഒരു വ്യക്തിയിൽ കൂടെ ഭരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ഒരു വാക്യം എടുത്ത് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ചാപ്റ്റർ 2 വേഴ്സ് 19, ചാപ്റ്റർ 2 വേഴ്സ് 19. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. അതായത് ഇന്ന് നാം കാണുന്ന സകല ചരാചരങ്ങൾക്കും സകല സൃഷ്ടികൾക്കും മനുഷ്യന് അത്രമാത്രം ജ്ഞാനമുള്ളവനായിരുന്നു. അവൻ ഒരു കാര്യം തീരുമാനിച്ചപ്പോൾ അല്ലെങ്കിൽ അവൻ പേരിട്ടപ്പോൾ, ഉദാഹരണത്തിന് അതിൻ്റെ മേളിൽ ദൈവത്തിന് വേറൊരു കമന്റ് പറയാനില്ലായിരുന്നു, ഒരു കറക്ഷൻ നടത്താനില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിന് തുല്യമായ ജ്ഞാനമുള്ളവനായിക്കൊണ്ട് കാരണം അവൻ്റെ ഇന്റേണൽ ഫാക്കൽറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം തന്നെയായിരുന്നു അവനിൽ കൂടെ ഭരണം നടത്തിയിരുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ വായിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ മനുഷ്യനെ സ്തോത്രം എല്ലാ മോറൽ ഏജൻസ് എന്ന് പറയുമ്പോൾ ഡിവൈൻ ഗവൺമെന്റ് നിലനിൽക്കുന്നത് മോറൽ ലോയിലാണ്. ഇതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറേശ്ശെ പഠിക്കും. മോറൽ ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് കിടക്കുന്നത് നമ്മുടെ സോളിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് തന്നല്ലാതെ ഒരു ഫിസിക്കൽ ആക്ഷനെ കൊണ്ട് നമ്മെ ഒന്നും പ്രവർത്തിപ്പിക്കാൻ സാധ്യമല്ല. അതിനാണ് നമുക്ക് ഫ്രീ വില്ല് തന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹ്യൂമൻ ഗവൺമെന്റ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഫിസിക്കൽ ലോയിലാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല 4 വീലർ ഡ്രൈവ് ചെയ്യുമ്പോൾ ബെൽറ്റ് ധരിക്കുന്നത്, അല്ലെങ്കിൽ 2 വീലർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നത്. ലോ ഉണ്ട്. ആ ലോ തെറ്റിച്ചു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടും. മിക്കവാറും പേരും പണിഷ്മെന്റിനെ പേടിച്ചിട്ടാണ് സേഫ്റ്റി എടുക്കുന്നത്. കുറേയധികം പേര് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ മോറൽ ലോ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഇത് വളരെ മനസ്സിലാക്കണം. ദൈവം നിർബന്ധിച്ചിട്ട് ആരെയും ഒന്നും ചെയ്യാൻ ദൈവത്തിന് സാധ്യമല്ല. കാരണം ഡിവൈൻ ഗവൺമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് മോറൽ ലോയിലാണ്. മോറൽ ലോയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് തരാൻ സാധിക്കും. ഇതാണ് സുവിശേഷത്തിൽ കൂടെ പ്രവർത്തിക്കുന്നത്. വചനം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ ആ വചനം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ ഇടപെടുമ്പോഴോ വചനം വായിക്കുമ്പോഴോ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇൻഫ്ലുവൻസ് തരാനല്ലാതെ ദൈവത്തിനകത്തെ ദുഷ്ടാത്മശക്തികൾക്കാകട്ടെ നമ്മുടെ മേൽ ഒന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ മോറൽ ഏജൻസ് അല്ലെങ്കിൽ ഫ്രീ വില്ലിന്റെ ഉടമകൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം ഫ്രീ വില്ലിന്റെ ഉടമയായിരുന്ന ഒന്നാം മനുഷ്യനെ അവനിൽ നിന്ന് തന്നെ അവനെ പോലെ തന്നെ അവയെയും സൃഷ്ടിച്ചു. പരീക്ഷിച്ചപ്പോൾ ദൈവത്തിന്റെ ഹിതത്തേക്കാൾ അധികമായിട്ട് അവന്റെ സെൽഫിനെ അത് എടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവന്റെ ഇന്റേണൽ ഫാക്കൽറ്റീസ് എല്ലാം ഡാർക്കായിപ്പോയി. മുൻപേ ദൈവമായിട്ട് കൂട്ടായ്മ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അവന്റെ ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത് പവർ ഓഫ് ഡാർക്ക്നെസ്. അതാണ് നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇന്ന് ക്രിസ്ത്യൻഡത്തില് എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെയും തന്നെ കാത്തലിസം, അതിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ടുള്ള ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്, മാർത്തോമ, ഇവാഞ്ചലിക്കൽ, ഈവൻ പെന്റിക്കോസ്റ്റിന്റെ ഒരു 90% കൂടുതൽ ഇന്ന് ചിന്തിച്ചിരിക്കുന്നത് ആദാമിന്റെ മരിച്ചുപോയ ഒരു ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നതെന്നാണ്. ഓഫ് കോഴ്സ് ആദാമിന്റെ ഇത് വളരെ മനസ്സിലാക്കണം. ആദാമിന്റെ പാപത്തിന്റെ ശിക്ഷകള്, കോൺസിക്വൻസസ് അവന്റെ തലമുറകൾക്ക് എല്ലാവർക്കുമുണ്ട്. സ്ത്രീകൾ അവരുടെ കഷ്ടം ഏറ്റവും അധികം വർദ്ധിക്കും. വേദനയോടെ മക്കളെ പ്രസവിക്കും. പുരുഷനോട് പറഞ്ഞത് നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണം. അങ്ങനെ പല വിധത്തിലുള്ള ശാപങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ആദാമിന്റെ പിൻതലമുറകൾക്ക് വരുന്നുണ്ടെങ്കിൽ, എന്നാൽ ആദാമിന്റെ മരിച്ചുപോയ ഒരു ഹ്യൂമൻ സ്പിരിറ്റിനെയല്ല ദൈവം
അവൻ്റെ തലമുറകൾക്ക് തന്നിരിക്കുന്നത്. അതിന് നമ്മളൊരു വാക്യം വായിച്ചിരുന്നു, എക്ലിയാസിസ്റ്റ് അല്ലെങ്കിൽ സഭാപ്രസംഗിയുടെ 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നാം വായിച്ചിരുന്നു. പൊടി പണ്ട് ആയിരുന്നത് പോലെ, അതായത് അവൻ്റെ ഔട്ടർ ബോഡിയെ നിർമ്മിച്ചത് പൊടിയിൽ നിന്നായിരുന്നു. പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വ്യക്തികൾക്കും ഓരോ ഇൻഡിവിജ്വൽ ആത്മാവും അത് പെർഫെക്റ്റ് ആയിരിക്കുന്ന, കറപ്റ്റഡ് അല്ല, ഇൻകറപ്റ്റഡ് ആയിരിക്കുന്ന ഒരു ഹ്യൂമൻ സ്പിരിറ്റിനെയാണ് തന്നിരിക്കുന്നത്. ഇത് വളരെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇന്ന് മിക്കവാറും പ്രസംഗങ്ങളിലൊക്കെയും നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം എടുത്തു കഴിഞ്ഞാൽ ഏകമനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏകമനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. സംഭവിച്ചത് എന്തുകൊണ്ടാണ്? പാപം ലോകത്തിലേക്ക് കടന്നു. അതാണ് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിച്ചത്. കായനോട് സംസാരിക്കുമ്പോൾ അത് ശരിക്കൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ജസ്റ്റ് കഥ കേൾക്കുന്ന പോലെ പോകും. ആമേൻ. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം. അപ്പോൾ അവൻ്റെ നാച്ചുറൽ എബിലിറ്റിക്ക്, അല്ലെങ്കിൽ വീണുപോയ അവസ്ഥയിൽ പോലും അവന് നൽകിയിരിക്കുന്ന ഹ്യൂമൻ സ്പിരിറ്റില്, അവൻ്റെ നാച്ചുറൽ എബിലിറ്റിയില് പാപത്തോട് എതിർത്തു നിൽക്കാനുള്ള കഴിവുണ്ടായിരുന്നു. നീയോ അതിനെ കീഴടക്കണം. ഒരു പ്രവാചകനോ ഒരു അപ്പസ്തോലനോ പഠിപ്പിച്ചതല്ല ഇത്. ദൈവത്തിന് നേരിട്ട് വന്ന് ഹാബേലിന്റെ കായന്റെ വിഷയത്തിൽ ഇടപെടുമ്പോൾ കയ്യനോട് പറയുന്ന കാര്യമാണ്, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് കടന്നു, ഇൻഡിവിജ്വൽ ഹ്യൂമനിലേക്ക് കടന്നിട്ടില്ല. അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കണം. അവന് കീഴടക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്തായി? അനുജനെ കൊന്നു. അവന് ദൈവത്തിന്റെ പ്രസൻസ് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ഇനി നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നാം വസിക്കുന്ന ലോകത്തിന്റെ ചുറ്റുപാട് നാനാവിധ ടെംപ്ടേഷൻസ് ഉണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതിന് ശേഷം അത് വളർച്ച പ്രാപിച്ചു വരുന്നതോറും മറ്റ് പല വിഷയങ്ങളും പല വ്യക്തികളുമായിട്ട് പല വിഷയങ്ങളുമായിട്ട് ഇടപെടും. എവിടെയൊക്കെ സിന്നിൻ്റെതായിട്ടുള്ള ടെംപ്ടേഷൻസ് ഉണ്ടോ ആ ടെംപ്ടേഷനിൽ വശീകരിക്കപ്പെട്ട് മോഹം ഗർഭധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഇതാണ് അതിൻ്റെ സീക്വൻസ് നടക്കുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കാത്തോടത്തോളം ഞാൻ പാപിയാണെന്നുള്ള ഒരു അറിവ് ഒരു ഒറ്റ വ്യക്തികൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യമല്ല. വളരെ മനസ്സിലാക്കിയിരിക്കണം. ഇത് മിക്കവാറും കത്തോലിസത്തിൽ നിന്ന് തുടങ്ങി എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ വ്യാപരിച്ചു വന്നത്. ഇതെന്തിനു വേണ്ടി അവരങ്ങനെ പഠിപ്പിച്ചു? ഒന്ന്, മറിയ ജന്മപാപമില്ലാതെ ജനിച്ചവളാണെന്ന് സ്ഥാപിക്കുവാൻ തക്കവണ്ണം. മറ്റൊന്ന്, എല്ലാ മനുഷ്യരും പാപത്തോടു കൂടെ ജനിക്കുന്നെന്ന് പറഞ്ഞാൽ ശിശു സ്നാനം കൊണ്ടുവരാൻ സാധിക്കും. ഇതെല്ലാം യേശു ക്രിസ്തുവിന് മുമ്പേ തന്നെ ജാതികളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അത് സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കാം. അപ്പൊ ചെറിയ കൊച്ചു കുഞ്ഞുങ്ങള് പണ്ട് കാലത്ത്, ഇപ്പോഴുണ്ടെന്ന് എനിക്കറിയില്ല, കത്തോലിക്കലിൽ തെമ്മാടി കുഴി എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്നു. അതായത് ഇതിന് കുഞ്ഞ് ജനിച്ച നാളിലോ അല്ലെങ്കിൽ അതിനെ മാമോദിസ മുക്കുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയി അടക്കുന്നത് സൂയിസൈഡ് ചെയ്ത ആൾക്കാരെ അടക്കുന്ന സ്ഥലങ്ങളാണ്. അതിന് പറയുന്നത് തെമ്മാടി കുഴി എന്നാണ്. ഇതെല്ലാം ദൈവം വചനത്തെ മനസ്സിലാക്കാതെ, ദൈവത്തിന്റെ ആത്മാവിനാൽ വചനം പഠിക്കാതെ, ബുദ്ധി കൊണ്ടോ മറ്റോ പാരമ്പര്യ അല്ലെങ്കിൽ പിൽക്കാലത്തെ സംസ്കാരങ്ങൾ എടുത്തുകൊണ്ടോ അതിനോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ സംഭവിച്ചു പോകുന്നത് ഇതേ കാര്യം തന്നെ അല്പമല്ലാത്ത വിധത്തിലോ പെന്തിക്കോസ് ചർച്ചകളിലും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് ഇറാഡിക്കേറ്റ് ചെയ്യണം. ഞാനാണ് എൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദി. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നല്ലാതെ ഒരൊറ്റ മനുഷ്യന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച കാര്യമാണ്. അതിനുശേഷം ഇതിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ പ്ലാനെ കുറിച്ച് നാം മനസ്സിലാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചതാണ് ദ കവനന്റ് ഓഫ് റിഡംഷൻ. പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു കവനന്റാണ്. പിതാവ് ആഗ്രഹിക്കുന്നത് ഈ വീണുപോയ ആദാമിന്റെ സന്തതികളിൽ നിന്ന്. ആദാമാണ് ഹ്യൂമാനിറ്റിയിൽ ഈ മാനവ തലമുറയുടെ തലയായിരിക്കുന്നത്.
അപ്പോൾ ഈ ആദം ഹെഡായിരുന്നു, എന്നാൽ പാപം ചെയ്തപ്പോൾ അവരുടെ ഹെഡ്, സ്പിരിച്വൽ ഹെഡ് എന്ന് പറയുന്നത് സേറ്റാനായി തീർന്നു. അവിടെ നിന്നും പിതാവ് ആയ ദൈവം ഒരു പുത്രനുമായിട്ടുള്ള ഒരു ഉടമ്പടിയിൽ, ദ കവനന്റ് ഓഫ് റിഡംഷനിൽ ആവശ്യപ്പെടുന്നത് ഈ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധരാക്കി തൻ്റെ മുമ്പിൽ നിർത്തണം. അതിനാവശ്യമായ പ്രായശ്ചിത്തം, അത് നമ്മൾ പഠിക്കും എന്തുകൊണ്ട് പ്രായശ്ചിത്തമെന്ന്. പുത്രൻ പറഞ്ഞത് അതിനാവശ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്തെടുക്കും, പ്രായശ്ചിത്തം ഞാൻ ചെയ്തെടുക്കും. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അങ്ങനെ ഈ കൂട്ടത്തിൽ നിന്നും വീണ്ടെടുപ്പിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, ഉടമ്പടി അനുസരിച്ചുകൊണ്ട് പിതാവ് ആകർഷിച്ചിട്ട് പുത്രന്റെ അടുത്തേക്ക് വരുന്നവനാണ് നാം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രിസ്തു തലയായിരിക്കുന്ന അവന്റെ ശരീരമാണ് സഭയോട് ചേർക്കുന്നത്. ഇതിനുള്ള അധികാരം ഒരു മനുഷ്യന് നൽകിയിട്ടില്ല, ഒരു പാസ്റ്റർക്ക് നൽകിയിട്ടില്ല, ഒരു പോപ്പിന് നൽകിയിട്ടില്ല, ഒരു തിരുമേനിമാർക്ക് നൽകിയിട്ടില്ല. ആ ഒരു അധികാരം നിൽക്കുന്നത് കർത്താവിലാണ്. നാം അപ്പസ്തോല പ്രവൃത്തി വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇതും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നില്ല. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ, അങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായിരുന്നെങ്കിലും അവനെ പരീക്ഷിക്കുന്ന സമയത്ത് പരീക്ഷയുടെ ബേസിസ് കിടക്കുന്നത് ദൈവഹിതം ചെയ്യുമോ സ്വന്തം ഇഷ്ടം ചെയ്യുമോ, ഇതാണ് പരീക്ഷയുടെ ബേസിസ്. ഇന്നും അങ്ങനെ തന്നെയാണ്. പരീക്ഷിക്കപ്പെട്ട സമയത്ത് അവൻ ദൈവ തേജസ് ഉപേക്ഷിക്കുകയും സ്വന്തം ഇഷ്ടം, സെൽഫിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ അവന് ദൈവത്തിൽ നിന്ന്, ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഹല്ലേലൂയ. ഏതൻ തോട്ടം കാൽക്കൊന്നൊക്കെ വേണം തിരിയുന്ന വാളിന്റെ ജ്വാലയോട് കൂടെ കെരൂബിനെ കാവൽ നിർത്തി. തിരിച്ച് മനുഷ്യൻ മരിച്ചിരിക്കുന്ന, സ്പിരിച്വലായിട്ട് മരിച്ചിരിക്കുന്ന അവസ്ഥയോടുകൂടെ വീണ്ടും ഏതൻ തോട്ടത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലാതെ വേണം. ആരെങ്കിലും പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഒരു മരണം നടക്കും. ഹല്ലേലൂയ. അത് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തോട് റീകൺസൈൽ ചെയ്യിപ്പിക്കുവാൻ, നിരപ്പിക്കുവാൻ തക്കവണ്ണം നാം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യരായ ക്രിസ്തുവേശു തന്നെ. For there is one God and one mediator between God and man, the man Christ Jesus. ഇവിടെ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥന്റെ ആവശ്യകത വന്നു. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധത്തെ നിങ്ങൾക്ക് ഉറപ്പിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ട് ദൈവത്തിനും അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും താൻ ചെയ്ത പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവ തേജസ് നഷ്ടപ്പെട്ടവനായി, ശാപഗ്രസ്തനായി, അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് വീണ്ടും നിരപ്പിക്കുവാൻ തക്കവണ്ണം എന്തുകൊണ്ട് ഒരു മധ്യസ്ഥന്റെ ആവശ്യകത വന്നു? ഇതാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ PDF അയച്ചു തരുന്നതായിരിക്കും. ഇതിൻ്റെ നോട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, മിക്കവരെല്ലാം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാത്തവർക്ക് ഇതിൻ്റെ ബുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ബുക്സ് ഉണ്ട്. ആ ബുക്സ് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ ഏതെങ്കിലും വിധത്തിൽ ബുക്സ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പം ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് ഒരു മധ്യസ്ഥൻ്റെ ആവശ്യകത വന്നു. ഫസ്റ്റ് നാം ചിന്തിക്കുന്നത്, ഈ മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആമേൻ. മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ 1, 2 അല്ലെങ്കിൽ 3 പാർട്ടികൾ തമ്മിൽ ചില വിഷയങ്ങളിൽ വിയോജിച്ച് നിൽക്കുക, അവർക്ക് നിരക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഒരു മീഡിയേറ്ററായിട്ട് ഒരു തേർഡ് പാർട്ടി കടന്നു വരേണ്ട ആവശ്യകതയുണ്ട്. ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് മധ്യസ്ഥൻ അല്ലെങ്കിൽ മീഡിയേറ്റർ. ശരിക്കും മനസ്സിലാക്കണം. 2 വ്യക്തികൾ തമ്മിൽ ഏതോ വിഷയത്തിൽ ഇൻഡിഫറൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് തമ്മിൽ നിരക്കാൻ പറ്റുന്നില്ല. അവരെ നിരപ്പിക്കുവാൻ തേർഡ് പാർട്ടിയായിട്ട്, മൂന്നാമതായിട്ട് കടന്നു വരുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് മധ്യസ്ഥൻ. ഇത് ഞാൻ ഹ്യൂമൻ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. ആ മധ്യസ്ഥന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഓഫീസ് കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? 2, 3 പാർട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ ചില വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവർക്ക് തമ്മിൽ നിലനിൽക്കുന്ന വിവാദങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് സ്വയം നിരപ്പ് പ്രാപിക്കുന്നതിന് കഴിയാത്ത ചില തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കണം.
രണ്ടുപേരും തമ്മിൽ ഉടക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് തമ്മിൽ അങ്ങ് റീകൺസിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. പക്ഷേ ഇവിടെ അവർക്ക് തമ്മിൽ നിരപ്പിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. ചില തടസ്സങ്ങൾ തടസ്സമില്ലായിരുന്നുവെങ്കിൽ ഇടനിലക്കാരനായി മധ്യസ്ഥന്റെ ആവശ്യത ഇല്ലായിരുന്നു. വിവാദങ്ങൾ നിലവിലുള്ള പാർട്ടികൾ തമ്മിലുള്ള ബന്ധമായിരിക്കാം പ്രയാസത്തിന് കാരണം. ദൈവം സർവാധികാരിയാണ്. അവന്റെ സൃഷ്ടികൾ അവനെതിരായി ആയുധമെടുക്കുകയും അവന്റെ ശത്രുക്കളായി തീരുകയും ചെയ്താൽ അത് വളരെ തീവ്രമായ അനൗചിത്വമായിരിക്കും. അതിനാലാണ് ഇവരിൽ എപ്പോഴെങ്കിലും ഒരു നിരപ്പ് വരണമെങ്കിൽ മൂന്നാമതൊരു വ്യക്തി ഇടനിലക്കാരനായി വരേണ്ട ആവശ്യത വന്നത്. അവൻ ദൈവം സൃഷ്ടി ആദ്യം അവരവരുടെ ആയുധങ്ങൾ താഴെ വെക്കുകയും അവരവരുടെ ഡ്യൂട്ടി നിറവേറ്റുകയും ചെയ്യണം. ചിന്തിക്കാം. വിവാദ വിഷയങ്ങൾ ഉൾപ്പെട്ടവരിൽ നിന്നോ അധികമോ പേരുടെ മനസ്സ് വിയോജിപ്പിന് തടസ്സമുണ്ടായേക്കാം. മുൻവിധി, തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ശത്രുത്വം മുതലായ ചിലപ്പോൾ ഒരാളിലോ അല്ലെങ്കിൽ രണ്ടുപേരിലോ ഉണ്ടായേക്കാം. അതിനാൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യകത, മധ്യസ്ഥന്റെ ആവശ്യകത ഉളവാകുന്നു. അപരാധം ഉണ്ടാക്കിയ വ്യക്തി, ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപരാധം അല്ലെങ്കിൽ വയലേഷൻ നടത്തിയ വ്യക്തി, വ്യക്തിക്ക് നിറവേറ്റാൻ കഴിയാത്ത ചില വ്യവസ്ഥകൾ, അപരാധം ഏറ്റ വ്യക്തി എന്ന് പറഞ്ഞ ദൈവം, നാം ദൈവത്തിനെതിരായിട്ടാണ് തെറ്റ് ചെയ്തത്. ആ ദൈവം അല്ലെങ്കിൽ ഡിവൈൻ ലോ ഡിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള ആ പരിഹാരം നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങൾ ഉണ്ടായേക്കാം. ഇത് ശരിക്കും മനസ്സിലാക്കണം. മലയാളം വാക്ക് നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നാം. Moreover, there may be some condition upon which the offended party may insist from his relations and the circumstances of case, which condition it may be impossible for the offender to fulfill. ഇതാണ് വലിയൊരു വിഷയം. നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഒരു ഇടനിലക്കാരൻ്റെ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ആവശ്യകത വന്നു. സ്തോത്രം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഹ്യൂമൻ ലാംഗ്വേജിൽ ഞാൻ സംസാരിക്കുകയാണ്. ഒരു മധ്യസ്ഥന്റെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത യോഗ്യതകൾ എന്താണ്? വാട്ട് ആർ സം ഓഫ് ദി ഇൻഡിസ്പെൻസിബിൾ ക്വാളിഫിക്കേഷൻസ് ഓഫ് എ മീഡിയേറ്റർ? മധ്യസ്ഥൻ വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെടുന്നവരുടെ പൊതു സ്നേഹിതനായിരിക്കണം. ആമേൻ. രണ്ട് പാർട്ടി തമ്മിൽ ഉടക്കിയിരിക്കുന്നെങ്കിൽ രണ്ടു പാർട്ടിയും ഒരേപോലെ അല്പം പോലും വ്യത്യാസമില്ലാതെ സ്നേഹിക്കുന്നവനായിരിക്കണം. എന്ന് വെച്ചാൽ ആ സ്നേഹബന്ധത്തെ നിലനിർത്തിയാൽ മാത്രമേ ഇരു പാർട്ടികൾക്കും മധ്യസ്ഥന്റെ ഏത് അഭിപ്രായത്തോടും പൂർണ്ണ യോജിപ്പുണ്ടാകുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആരെങ്കിലുമായിട്ട് ഉടക്കി നിൽക്കുകയാണ്, നമുക്ക് തമ്മിൽ നിരക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പീക്ക് കണ്ടീഷൻ വരുമ്പോൾ എന്നാൽ നിരന്നേ പറ്റുകയുള്ളൂ. എന്തൊരു കണ്ടീഷൻ വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹസ്ബൻഡ് വൈഫാണെന്ന് കരുതിക്കുക, കുഞ്ഞുങ്ങളുണ്ട്, ഇവർ തമ്മിൽ സ്ട്രോങ് ആയിട്ടൊരു ഇൻഡിഫറൻസ് വന്നു, ഇവർക്ക് തമ്മിൽ നിരക്കാൻ പറ്റുന്നില്ല, എന്നാൽ നിരന്നേ പറ്റുകയുള്ള ഒരു കണ്ടീഷൻ അവരുടെ ഉള്ളിൽ ഡെവലപ്പായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തേർഡ് പാർട്ടി അവിടെ വന്നാൽ ഈ തേർഡ് പാർട്ടി മീഡിയേറ്ററായിട്ട് വരുന്ന വ്യക്തി രണ്ട് പാർട്ടിയെയും ഒരേപോലെ സ്നേഹിക്കുകയും ചെയ്താൽ, അതേപോലത്തെ ഈ രണ്ട് പാർട്ടികളും മീഡിയേറ്റർ പറയുന്ന ഏതൊരു കാര്യത്തെയും അനുസരിച്ച് കൊള്ളാം എന്ന് ഹൃദയപൂർവ്വം ഏറ്റെടുക്കുന്നവരുമായിരിക്കണം. അല്ലാത്തോടത്തോളം മീഡിയേറ്ററെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുകയില്ല. സെക്കൻഡ് പോയിന്റ്, നിരപ്പിന് ആവശ്യമായ ഏത് വ്യവസ്ഥയും നിവർത്തിപ്പാൻ പൂർണ്ണ സമ്മതവും അതിന് യോഗ്യതയുമുള്ളവനായിരിക്കണം ഈ മധ്യസ്ഥൻ. ഹല്ലേലൂയ. അല്ലാത്ത പക്ഷം മധ്യസ്ഥന്റെ പ്രവൃത്തി പൂർണ്ണതയിൽ എത്തുകയില്ല. ഇത് ഒരു ജനറൽ ടോക്കായിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്തോത്രം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ദൈവം ഒരു ഏകാധിപതിയായിട്ട് എന്ന് പറഞ്ഞാൽ അവന്റെ ഓർബിട്രറി വില്ലില് ഏതൊരു കാര്യങ്ങളും തീരുമാനിക്കുന്നു എന്നാണ് മിക്കവാറും ജനത്തിന്റെ വിശ്വാസം. ദൈവം തന്നെ തന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ടവനാണ്. പലരും കരുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ഭരണകൂടം ഗവൺമെന്റ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ് നിലനിൽക്കുന്നത് അവന്റെ സ്വേച്ഛാപരമായ ഇഷ്ടത്തിലാണ്, എമിനേറ്റിംഗ് സിംപ്ലി ഫ്രം ദി ഓർബിട്രറി വിൽ ഓഫ് ഗോഡ്. എങ്ങനെയല്ല. ദൈവം ഒരു മോറൽ ഏജന്റ് ആണ്, നമ്മെ പോലെ തന്നെ. അതല്ല പറഞ്ഞ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. അവനും നമ്മെ പോലെ ഒരു മോറൽ ഏജന്റ് ആണ്. അവനും
ഡിവൈൻ ഗവൺമെന്റിന്റെ ലോയ്ക്ക് വിധേയപ്പെട്ടവനാണ്. ആ ലോയെ അവന് മാറ്റുവാൻ സാധ്യമല്ല. അത് നമുക്ക് വേണേൽ വായിക്കാം. 89 സങ്കീർത്തനം 39 വാക്യം. Psalm 89 verse 34. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യില്ല. മൈ covenant will not break nor alter the thing that is gone out of my mouth എന്നുള്ളത് ഈ കാര്യത്തിലാണ്. ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ ബോഷ്ക്ക് പറയുകയില്ല. അത് വേറെ സബ്ജക്റ്റും കൂടി ഡീൽ ചെയ്യാണ്. അപ്പോൾ ഡിവൈൻ ലോയുടെ ഒരു സ്വഭാവമാണ് അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായ വചനത്തിൽ നിന്ന് അവന് മാറാൻ സാധ്യമല്ല. മാറിയാൽ പിന്നെ അവൻ ദൈവമല്ല. ബിക്കോസ് ദൈവം മാറ്റമില്ലാത്തവരാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെയല്ല, അവൻ തന്നെയും വിധേയപ്പെട്ടിരിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെത്. അതിൽ ഒരു ഭേദഗതി വരുത്തുവാൻ അവനാകട്ടെ മറ്റ് യാതൊരു സൃഷ്ടിക്കുമാകട്ടെ അധികാരമില്ല. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ മാറ്റമില്ലാത്തവൻ എന്നാണ്. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ഇതാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ലോകത്തെ തന്നോട് നിരപ്പിക്കുന്നവനായി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇവിടെ നാം പറഞ്ഞു ദൈവത്തിൻ്റെ ലോ മാറ്റമില്ലാത്തതാണ്. അതിനെ റിപ്പീൽ ചെയ്യുവാനോ എന്ന് പറഞ്ഞ് ലഘൂകരിക്കുവാനോ സാധ്യമല്ല. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഡിവൈൻ ലോയുടെ ഒരു കണ്ടീഷനും അതിൻ്റെ 100% വെയിറ്റേജിൽ നിന്നും ഒരല്പം പോലും റിപ്പീൽ ചെയ്യുവാൻ, ലഘൂകരിപ്പാൻ ദൈവത്തിന് സാധ്യമല്ല. ഡിവൈൻ ലോയെ മാറ്റിക്കൊണ്ട് മാനവജാതിയെ രക്ഷിപ്പാൻ ദൈവത്തിന് സാധ്യമല്ല. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ ലഘൂകരിക്കാൻ സാധ്യമല്ല. ഒരു നിയമത്തെ അസാധുവാക്കിക്കൊണ്ട്, ഏത് തോട്ടത്തിൽ ഒരു നിയമം കൊടുത്തുള്ളായിരുന്നു, തോട്ടത്തിലെ സകല വൃക്ഷത്തിനെ ഫലം നിനക്ക് ഇഷ്ടംപോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആ നിയമത്തെ വേണമെങ്കിൽ മാറ്റിക്കളയോ അതിനൊന്ന് ലഘൂകരിക്കുകയോ ആ നിയമത്തെ അസാധുവാക്കി മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. ചെയ്താൽ പിന്നെ അവൻ ദൈവമല്ല. ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ഡിവൈൻ ലോ ഡിമാൻഡ് ചെയ്യുന്നത് പാപം ചെയ്ത ദേഹി മരിക്കണം. പാപം ചെയ്ത ദേഹി മരിക്കണം. ഇതാണ് ഡിവൈൻ ലോയുടെ ബേസിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദൈവം അതിനെ അല്പം പോലും ഡീവിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ അവന്റെ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കും. നീ നിന്റെ വചനത്തിൽ നിന്ന് നിന്റെ വാക്കുകളിൽ നിന്ന് മാറുന്നു, പിന്നെ അവൻ ദൈവമല്ല. അപ്പോൾ ഡിവൈൻ ലോയുടെ ബേസിക് ഡിമാൻഡിനെ നിലനിർത്തി മനുഷ്യൻ ദൈവ നിയമത്തിന്റെ മാനത്തെ അവഗണിച്ചു. ഡിവൈൻ ഗവൺമെന്റിന്റെ ലോയെ അവഗണിച്ചുകൊണ്ട് അതിന്റെ മാനത്തെ എത്രയും തുച്ഛീകരിച്ച് കളഞ്ഞു. നിങ്ങൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ, ഇന്ന് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവരും, രണ്ടുപേരും, ഓടിക്കുന്ന ആളും പുറകിലിരിക്കുന്ന ആളും ഹെൽമെറ്റ് ധരിക്കണമെന്നാണ് നിയമം. പക്ഷെ ഇന്ന് എന്തായി? ആദ്യം 1 മാസം 2 മാസം പോലീസ് വളരെ കൺട്രോൾ ചെയ്തിരുന്നു, ഫൈനും ചെയ്തിരുന്നു. ഇപ്പോൾ പലയിടങ്ങളിൽ ഫൈൻ നടക്കുന്നില്ല. ഡിവൈൻ ലോ അങ്ങനെയല്ല. ഡിവൈൻ ലോയെ ലഘൂകരിക്കാൻ സാധ്യമല്ല. ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നതാണ്, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. അപ്പോൾ ഡിവൈൻ ലോയുടെ ബേസിക് ഡിമാൻഡ് ആയിരിക്കുന്ന പാപം ചെയ്ത ദേഹി മരിക്കണമെന്നുള്ള ശിക്ഷ ദൈവം നടപ്പാക്കിയേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ പ്രജകളിൽ നിന്നും, നമ്മളായിരിക്കുന്ന പ്രജകളിൽ നിന്നും ഒരു തെറ്റ് ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ ദൈവനിയമത്തെ അനുസരിക്കുന്നവന് ദൈവരാജ്യത്തിൻ്റെ അധികാരത്തിനും ശക്തിക്കും ഒത്തവണ്ണം സംരക്ഷണവും അനുഗ്രഹവും കൊടുക്കുക. ഇതും ദൈവനീതിയുടെ അല്ലെങ്കിൽ ഡിവൈൻ ലോയുടെ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൊതുജന നീതി അവകാശപ്പെടുന്നത് തക്കതായ ശിക്ഷ കൊടുത്ത് നിയമത്തെ കുറ്റവിമുക്തമാക്കണം, നിയമത്തെ മാനിക്കണം, നിയമം പെർഫെക്റ്റ് ആണ് എന്ന് തെളിയിക്കണം, മനുഷ്യനാണ് തെറ്റ് ചെയ്തെന്ന് തെളിയിക്കണം.
അങ്ങനെ നിയമത്തിനും നിയമദാതാവിനും മാനം വരുത്തണം എന്നാണ് ദൈവം തന്നെ പറയുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങളെ പ്രായശ്ചിത്തമാകുന്നുവെന്നും താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാണ് എന്നാണ്. എന്നാൽ തന്റെ നീതി നിലനിർത്തണമെങ്കിൽ പാപം ചെയ്ത മനുഷ്യനെ ശിക്ഷിച്ചേ മതിയാകുകയുള്ളൂ. ഇതാണ് ഈ നിരപ്പ് പ്രാപിക്കുന്ന വിഷയത്തിൽ നാം ചിന്തിച്ചല്ലോ. ആമേ, സ്തോത്രം. ഇവിടെ രണ്ട് പാർട്ടി, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ. അപ്പോൾ ഭിന്നിച്ചു നിൽക്കുന്ന പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു പക്ഷത്ത് ദൈവവും മറുപക്ഷത്ത് സകല മാനവജാതിയും. ഇവർക്ക് തമ്മിൽ നിരപ്പിക്കാൻ കഴിയാത്ത വിഷയം എന്ന് പറയുന്നത്, ഡിവൈൻ ലോയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് പാപം ചെയ്ത ദേഹി മരിക്കണം എന്ന് പറഞ്ഞ മാനവ തലമുറ മുഴുവനും മരിക്കണം. ഇതിനെ മാറ്റുവാനോ അല്ലെങ്കിൽ ലഘൂകരിക്കാനോ ദൈവത്തിന് സാധ്യമല്ല. ഇത് ശരിക്കും മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആമേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന, അപ്പോൾ ഇവർക്ക് തമ്മിൽ നിരക്കാൻ സാധ്യമല്ല നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. മനുഷ്യന് ആ മരണം ഏറ്റെടുത്തുകൊണ്ട് മരിക്കാൻ സാധ്യമല്ല. പിന്നെ ദൈവത്തിന്റെ പദ്ധതി നടക്കലാകുകയില്ല. ദൈവത്തിന് ലോയെ ലഘൂകരിക്കാൻ സാധ്യമല്ല. മറ്റുള്ളവർക്ക് ഒരു എന്താ പറഞ്ഞ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയെന്നുള്ളൊരു മനോബോധം വരാൻ പാടില്ല. ശിക്ഷ നടപ്പാക്കിയേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പൊതു പ്രദർശനം എങ്ങനെ നടത്തിയെടുക്കും? ശിക്ഷ ദൈവത്തിന്റെ നിയമത്തെ ഏറ്റവും മാഗ്നിഫൈ ചെയ്യണം, ഉയർത്തണം. ദൈവത്തിന്റെ ആ പ്രിൻസിപ്പിളിനെ ഏറ്റവും ഉയർത്തണം. അതേപോലെ തന്നെ തെറ്റ് ചെയ്ത മനുഷ്യരെ മേൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്കും നിയമത്തിന്റെ ഗാംഭീര്യത എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം ചേർത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ആ പദ്ധതിയാണ് സ്നാപയോഹന്നാൻ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് പല പ്രവചന പുസ്തകങ്ങളിൽ കൂടെയും സങ്കീർത്തനങ്ങളിൽ കൂടെയും ഒക്കെ തന്നെ വെളിപ്പെടുത്തിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ 40-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തില് ആമേ, സ്തോത്രം, ത്രിത്വത്തില് രണ്ടാമനായിരിക്കുന്ന പുത്രൻ പറയുന്നത്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ആ വാക്കിനകത്ത് അനേക കാര്യങ്ങളുടെ മീനിങ് ഉണ്ട്. സ്തോത്രം. അങ്ങനെ അവൻ, നാം ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത്, ഗലാത്യ ലേഖനം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് എടുത്ത് വായിക്കാം. ഗലേഷ്യൻസ് എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്ന അർത്ഥം, ഒരർത്ഥത്തിൽ നാം പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, കന്യകയിൽ നിന്ന് ജനിച്ചവനായിട്ട്, സ്ത്രീ പുരുഷ ബന്ധത്തിൽ കൂടെ അല്ലാതെ ജനിച്ചവനായിട്ട്. മറ്റൊരർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് ജനിച്ചവനായിട്ട്. അത് വേറെ വിശദീകരണം ആവശ്യമാണ്. അത് നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിച്ചാൽ മനസ്സിലാകും. അവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ആരാണ്, സ്ത്രീ പ്രസവിച്ച ആൺകുഞ്ഞ് ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരായതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇവിടെ പറയുന്നത്, ന്യായ പ്രമാണത്തിന് കീഴ് ജനിച്ചവനായി എന്ന് പറഞ്ഞാൽ ലോയ്ക്ക് കീഴ് ജനിച്ചവനായി. എന്തിനാ അങ്ങനെ വന്നത്? താൻ അനുസരണമുള്ളവനായിക്കൊണ്ട്. ശരിക്കും മനസ്സിലാക്കുക, അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിക്കൊണ്ട് ലോയെയും ലോ ഗിവറെയും മാഗ്നിഫൈ ചെയ്തു. തന്റെ മനുഷ്യത്വത്തില് ഡിവൈൻ ലോ അനുസരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ അത് തെളിയിച്ചു കൊടുത്തു. അങ്ങനെ ലോയെയും ലോ ഗിവറിനെയും മാഗ്നിഫൈ ചെയ്യുകയും മനുഷ്യനോട് പറയുന്നത്, മനുഷ്യ, ഡിവൈൻ ലോ നിന്റെ മേൽ നടപ്പിലാക്കിയിരിക്കുന്ന ശിക്ഷ, നിത്യമായ മരണം എന്ന ശിക്ഷ ശരിയാണ്. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? അതേ സമയത്ത് പൊതുജനനീതിക്ക് തൃപ്തി വരത്തക്കവണ്ണം ഒരു മരണം നടത്തിയേക്കുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണ് നാം 2 കൊരിന്ത്യർ 5:21 വായിക്കുന്നത്, പാപം അറിയാത്തവനെ നാം അവനെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമാക്കി. 53-ാം സങ്കീർത്തനം മുഴുവനും വായിക്കുന്ന എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അങ്ങനെ സ്തോത്രം, 2 കൊരിന്ത്യർ 5:21 വായിക്കുന്നത് പോലെ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ
അവനിൽ ഡിവൈൻ ഗവൺമെന്റിന്റെ ഡിമാൻഡ് ആയിരിക്കുന്ന പാപത്തിന്റെ ശമ്പളം മരണം എന്ന മരണം നടക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഡിവൈൻ ലോയുടെ ഡിമാൻഡാണ് ഒന്ന്. മറ്റൊന്ന്, ഡിവൈൻ ലോയെ മാഗ്നിഫൈ ചെയ്യണം. ഹ്യൂമാനിറ്റി തുച്ഛീകരിച്ചതായിട്ടുള്ള ദൈവ നിയമത്തെ അനുസരിക്കാൻ സാധിക്കും. ഡിവൈൻ ലോ മനുഷ്യരുടെ മേൽ ചുമത്തിയിരിക്കുന്ന നിത്യമായ മരണം എന്ന ശിക്ഷ ശരി തന്നെയാണെന്ന് അവൻ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തി കാണിച്ചു. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു. അങ്ങനെ ഡിവൈൻ ലോയെയും ലോ ഗിവറിനെയും മാനിച്ചു. തെറ്റ് ചെയ്ത മനുഷ്യനെ കണ്ടം ചെയ്യാണ്. എന്നാൽ മനുഷ്യന്റെ മേലുള്ള ശിക്ഷ മുഴുവനും ഡിവൈൻ അല്ലെങ്കിൽ ഹോളി ട്രിനിറ്റിയുടെ ഡിവൈൻ ആലോചന പ്രകാരം, കൗൺസിൽ പ്രകാരം തൻ്റെ മേലെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പകരമായി താൻ തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുമുള്ള ശിക്ഷയെ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പകരമായി താൻ മരിക്കുന്നു. അപ്പോൾ ഡിവൈൻ ഗവൺമെന്റിലെ ലോയ്ക്ക് അതിൻ്റെ ഡിമാൻഡിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി. അതേ സമയത്ത് പൊതുപ്രദർശനമായിട്ട് മറ്റുള്ളവർക്ക് മാതൃകപരമായിട്ട് തന്നെ ഒരു മരണം നടന്നു. അപ്പോൾ മാത്രം ദൈവത്തിന് മാനവജാതിയോട് കരുണ കാണിക്കാൻ സാധിക്കും. അല്ലാത്തോടത്തോളം, ഡിവൈൻ ലോയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്താത്തോടത്തോളം മനുഷ്യനോട് കരുണ കാണിപ്പാൻ, കൃപ കാണിപ്പാൻ ദൈവത്തിന് സാധ്യമല്ല. അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് മനുഷ്യനായ ക്രിസ്തുവേശു മാത്രം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ എന്ന് പറയുന്നത്. അപ്പോൾ മധ്യസ്ഥന്റെ കാര്യങ്ങൾ നമ്മൾ വിവരിച്ചു വന്നപ്പോൾ ഇരു പാർട്ടികൾ തമ്മിലുള്ള ഒരു വികൽച്ച, ഇൻഡിഫറൻസ് തമ്മിൽ നിരപ്പിക്കുന്ന വ്യക്തിയെ മധ്യസ്ഥൻ എന്ന് പറയുന്നു. ഇവർക്ക് സ്വയമായിട്ട് നിരക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ആ പ്രശ്നമാണ് ഡിവൈൻ ലോയുടെ ഡിമാൻഡ്. പാപം ചെയ്ത ദേഹി മരിക്കണം. ഡിവൈൻ ലോയ്ക്ക് മനുഷ്യൻ അപമാനം വരുത്തിയതിന് മാനം വരുത്തണം. ലോ ഗിവറിന് മാനം വരുത്തണം. ഇതെല്ലാം കൂടെ ക്രമീകരിച്ചുകൊണ്ടാണ് പുത്രൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിക്കുന്നത്. അതായിരുന്നു താൻ സ്നാനപ്പെടുന്ന സമയത്ത് പറയുന്നത്, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ദൈവകൃപ ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് കടന്നു വരുമ്പോൾ കൂടുതലായിട്ട് ചിന്തിക്കും. അതേപോലെ ഡിവൈൻ ഗവൺമെന്റിന്റെ ഇന്റഗ്രിറ്റി, ലോയുടെ ഇന്റഗ്രിറ്റി നിലനിർത്തണം. നമ്മൾ മിക്കവാറും നമ്മുടെ മന്ത്രിമാർ, പ്രധാനമന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിമാരാകട്ടെ, മറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാരാകട്ടെ, ഇവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിങ്ങളൊരു വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്റഗ്രിറ്റി, ധാർമ്മികത നിലനിർത്തിക്കൊള്ളാമെന്ന് സത്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഓരോരോ ഗവൺമെൻറ്റും ഫാളായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡിവൈൻ ഗവൺമെൻറ് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ധാർമ്മികത നിലനിർത്തിക്കൊള്ളാമെന്ന് ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ വായിന്ന് പുറപ്പെട്ടതിന് ഭേദഗതി വരുത്തുകയില്ല. അപ്പം ഇതിനെല്ലാം ഫുൾഫിൽ ചെയ്തതാണ് ക്രിസ്തു യേശു. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. എന്നാൽ ഇതേ ഉപദേശത്തെ നാം പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ടാബർനാക്കിളിന്റെ ഒരു ചിത്രമാണ്. എൻ്റെ കളറുകളും കാര്യങ്ങളൊന്നും നോക്കേണ്ട. ഈ മഹാപാപ പരിഹാര ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലാണ്. നിങ്ങൾ അതിൻ്റെ അധ്യായം 16-ാം അധ്യായം മുഴുവൻ സമയം കിട്ടുമ്പോൾ എപ്പോഴും നിങ്ങളത് വായിച്ചു നോക്കണം. മഹാപാപ പരിഹാര ദിവസം പ്രത്യേകിച്ചും അന്ന് ഇസ്രായേലിലെ സർവ്വജനവും മാനസാന്തരപ്പെടണം, ആത്മതപനം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മതപനം ചെയ്യുക. അന്ന് 2 കാളകൂട്ടി എടുത്തുകൊണ്ട് അങ്ങനെ കാളയെ തനിക്കും തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു പാപപരിഹാര ശുശ്രൂഷ ചെയ്യണം. രണ്ടാമത് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് ഒരു ആട്ടിൻകുട്ടി എടുത്തുകൊണ്ട് അതിൻ്റെ രക്തവുമായിട്ട് ഇവിടെ കാണുന്നത് യാഗപീഠമാണ്. ഈ വാതിലിന് ശേഷം കാണുന്നത് യാഗപീഠം കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ നിന്നും വേണം തീ എടുക്കാനായിട്ട്. അതിൻ്റെ ചുവട്ടിൽ നിന്ന് തീ കനലെടുത്ത് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവിടെ നിന്നും ധൂപചൂർണം, പൊടിച്ചു വെച്ചിരിക്കുന്ന ധൂപവർഗം എടുത്തുകൊണ്ട്
തിരശ്ശീലയ്ക്ക് അകത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ആമേൻ അവിടെ പ്രശ്നം മുമ്പ് തന്നെ തൻ്റെ ഔദ്യോഗിക വസ്ത്രങ്ങളെ മാറ്റിവെച്ചിട്ട് പഞ്ഞിതൂൽ വസ്ത്രം ധരിച്ച് വേണം ശുശ്രൂഷ ചെയ്യാൻ. ഇതേ യാഗപ്പീഠത്തിൽ നിന്ന് എടുത്ത തീ മാത്രം, ഈ യാഗപ്പീഠം കാണിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശിനെയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ വിശദീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ പഠിക്കും. മറ്റ് അഗ്നികൾ എടുക്കാൻ പാടില്ല. അതെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി വിശുദ്ധ സ്ഥലത്ത് നിന്ന് ധൂപചൂർണം പൊടിച്ചു വെച്ചിരിക്കുന്ന ധൂപവർഗം, സുഗന്ധ ധൂപവർഗം എടുത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് കൃപാസനത്തിനും തനിക്കുമിടയിൽ ഒരു മേഘം പോലെ അല്ലെങ്കിൽ ഒരു പുക, ഒരു മറവായി നിൽക്കുന്ന പോലെ ഈ തീക്കകത്തോട്ട് ഈ ധൂപചൂർണം ഇടുമ്പോൾ കൃപാസനത്തിനും തനിക്ക് ഇടയ്ക്ക് ഒരു പുക മറവായിരിക്കും. അതിനിടയിൽ നിന്നുകൊണ്ട് വേണം ഇസ്രായേൽ ജനത്തിനു വേണ്ടിയിട്ട് പാപപരിഹാര ശുശ്രൂഷ നടത്തുവാൻ. അതിൻ്റെ വിശദീകരണം പിന്നെ ചിന്തിക്കാം. ഇങ്ങനെ പാപപരിഹാര ശുശ്രൂഷ ചെയ്ത് താൻ പുറത്തു വരുന്നത് വരേക്കും ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമുക്കൊന്ന് എടുത്തു വായിക്കാം. ലെവിറ്റിക്കസ് 16-ാം അധ്യായം അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ കടന്നിട്ട് പുറത്തു വരുന്നത് വരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത്. വീണ്ടും വായിക്കുന്നു. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ കടന്നിട്ട് പുറത്തു വരുന്നത് വരെ, ശരിക്കും ഓർത്തിരിക്കുക, പുറത്തു വരുന്നത് വരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത്. ആ ചിത്രം നിങ്ങൾ നോക്ക. ആമേൻ, സ്തോത്രം. ഇതാണ് ചിത്രം. അതായത് ഈ സ്പെഷ്യലി ഈ മഹാപാപ പരിഹാര ശുശ്രൂഷ നടക്കുന്ന ഈ ശുശ്രൂഷയുടെ സമയത്ത് ഈ തിരശ്ശീലയ്ക്ക് അകത്ത്, ഈ പ്രാകാരത്തിനകത്ത് മഹാപുരോഹിതനല്ലാതെ മറ്റൊരു പുരോഹിതന്മാരും കടക്കാൻ പാടില്ല. അല്ലാത്ത ദിവസങ്ങളിൽ പുരോഹിതന്മാർക്ക് ഇവിടെ ഈ പ്രാകാരത്തിനകത്തോട്ട് കടക്കാം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതന് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ. എന്നാൽ ഈ മഹാപാപ പരിഹാര ശുശ്രൂഷ നടക്കുന്ന ദിവസം ഈ മഹാപുരോഹിതൻ പാപ പരിഹാര ശുശ്രൂഷയുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ആ പ്രവേശിക്കുന്ന സമയത്ത് തന്നിൽ എന്തെങ്കിലും അകൃത്യമുണ്ടെങ്കിൽ അവിടെ മരിച്ചു വീഴും. പിന്നെ എടുക്കണമെങ്കിൽ പുരോഹിതന്മാർക്ക് മാത്രമേ ഇവിടെ കടക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഈ പാപപരിഹാര ശുശ്രൂഷ നടക്കുന്ന ദിവസം ഈ പ്രാകാരത്തിനകത്ത് വേറെ ഒരു വ്യക്തി, ഒരു പുരോഹിതന്മാരായിട്ട് ഒരു വ്യക്തികൾ പോലും പ്രവേശിക്കാൻ പാടില്ല. ഈ ചുറ്റുപാടും കൂടാരങ്ങളിലാണ് ജനങ്ങൾ പാർക്കുന്നത്. ഇവിടെ ഫ്രണ്ടിലായിരിക്കും മോശയും അഹ്റോനും. മോശയാണ് ഈ കൂടാരം തീർത്തത്. മോശയ്ക്ക് പ്രവേശനമില്ല. സ്തോത്രം. ഇതെന്തിനെ കാണിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് കൈപ്പണിയായി തീർത്ത അതിവിശുദ്ധ മന്ദിരത്തിലേക്കല്ല, കൈപ്പണിയല്ലാത്ത സ്വർഗത്തിലേക്ക് തന്നെ പ്രവേശിച്ചുകൊണ്ട് സകല മാനവജാതിക്കും വേണ്ടി മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ട് പാപപരിഹാര ശുശ്രൂഷ നടത്തി മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. അവൻ തിരികെ വരുന്നത് വരെ വേറെ ഒരു മധ്യസ്ഥൻ, ഈ മഹാപുരോഹിതനും മനുഷ്യർക്കും ഇടയിൽ വേറെ ഒരു മധ്യസ്ഥൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നാച്ചുറലായിട്ട് പഴയ നിയമകാലത്ത് മഹാപുരോഹിതനായ അഹ്റോൻ പാപ പരിഹാര ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിനുള്ള രക്തം എടുത്തുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവിടെ രക്തം തെളിച്ച് ശുശ്രൂഷ ചെയ്ത് മടങ്ങി വരുന്നത് വരേക്കും ഈ പ്രാകാരത്തിനകത്ത് പുരോഹിതന്മാരാകട്ടെ മറ്റു യാതൊരു വ്യക്തികൾക്കും പ്രവേശനമില്ല. ജനമെല്ലാം ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഈ പാപപരിഹാര ശുശ്രൂഷ അക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രമേ അഹ്റോൻ പുറത്തു വരികയുള്ളൂ. അത് വരുമ്പോൾ അവൻ്റെ ഇവിടെ അതിൻ്റെ 24-ാം വാക്യം വായിക്കുകയാണെങ്കിൽ ഈ പഞ്ഞി നൂൽക്കുള്ള വസ്ത്രമാണ് ഉരി വെച്ചിട്ട് തൻ്റെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചു വേണം പുറത്തു വരാൻ. അതിൻ്റെ മേല് മണിയും മാതളപ്പഴം ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കെട്ടിയിരിക്കും. അവൻ പുറത്തു വരുമ്പോൾ ഈ മണി ശബ്ദിക്കുമ്പോൾ ഈ പുറമെയുള്ള ജനമെല്ലാം ആർത്ത് യഹോവയെ സ്തുതിക്കും. കാരണം എന്താണെന്നറിയാമോ? അവിടെ ഒരു വർഷത്തെ പാപത്തിന് ദൈവം ക്ഷമിച്ചു. സ്തോത്രം. അതിനുവേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് മഹാപുരോഹിതനായ അഹ്റോൻ, ഞാൻ വീണ്ടും പറയാനുള്ള കാരണം, ഇവിടെ കടന്ന് തിരികെ വരുന്നത് വരേക്കും ഈ പ്രാകാരത്തിനകത്ത് യാതൊരു പുരോഹിതന്മാരായിട്ട് യാതൊരു വ്യക്തികളും ആവേണ്ടവൻ പാടില്ല. അതിൻ്റെ ഒറിജിനലായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു
കൈപ്പണിയായ മന്ദിരത്തിലേക്കല്ല, സ്വർഗത്തിലേക്ക് സകല മാനവജാതിയുടെ പാപപരിഹാര ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ തന്നെ പാപപരിഹാരമായി തീർന്നു. ഡിവൈൻ ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്ത എല്ലാ ശിക്ഷകളും തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട്, തൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട്, തെറ്റ് ചെയ്തവരായ മനുഷ്യർ പോകേണ്ട പാതാളത്തിൽ പോയി അവൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചു എന്നാണ് നാം സങ്കീർത്തനങ്ങളിൽ കൂടി ഹെബ്രായത്തിൽ കൂടെ വായിക്കുന്നത്. അങ്ങനെ അവൻ ദൈവത്തിന് സാറ്റിസ്ഫൈ വിധത്തില്, ഡിവൈൻ ഗവൺമെന്റിന് സാറ്റിസ്ഫൈ വിധത്തില് പാപപരിഹാര ശുശ്രൂഷ നടത്തി മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അവൻ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റതായിട്ടുള്ള ദൃശ്യങ്ങള് വ്യക്തിപരമായിട്ട് അവരോട് കൂടെ ഇടേണ്ട അപ്പസ്തോലന്മാര് 40 നാളോളം കണ്ടു. താൻ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് സ്ഥിരീകരിച്ചു. ആമേൻ. അത് നമ്മൾ അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. അപ്പോൾ ആ പാപപരിഹാര ശുശ്രൂഷ ദൈവത്തിന് അക്സെപ്റ്റബിൾ ആണെന്ന് ഡിവൈൻ ഗവൺമെന്റ് തെളിയിച്ചു. ഇനി അവൻ മടങ്ങി വരുന്നത് വരേക്കും ക്രിസ്തുവിനും, മഹാപുരോഹിതനായ ക്രിസ്തുവിനും മനുഷ്യർക്കും ഇടയിൽ ഒരു സെക്കൻഡറി മധ്യസ്ഥൻ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഏക മധ്യസ്ഥൻ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി തീർന്ന മനുഷ്യനായ ക്രിസ്തുവേശു മാത്രമുള്ളൂ. ക്രിസ്തുവിനും മനുഷ്യർക്കും ഇടയിൽ സെക്കൻഡറി മധ്യസ്ഥന്മാർ ഇല്ല എന്ന് ദൈവവചനത്തിൽ കൂടെ ഔദ്യോഗികമായിട്ട് ഞാൻ ഡിക്ലയർ ചെയ്യുകയാണ്. ഇന്ന് മധ്യസ്ഥന്മാരെന്ന് പറഞ്ഞുകൊണ്ട് പരിമല തിരുമേനി, മറിയയുടെ തന്നെ അനേക രൂപങ്ങള്, യേശുവിന്റെ തന്നെ രൂപങ്ങള്, പല പല വിധത്തിലും മുൾമുടി വെച്ചത്, ചുമന്നുടുപ്പിട്ടത്, ഉണ്ണിയെ പിടിച്ചിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 100 കണക്കിന് മധ്യസ്ഥന്മാരെ ക്രിസ്തീയ ഗോളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതല്ലാതെ മറ്റു രാജ്യങ്ങളിൽ, മറ്റു ജാതികളിൽ അള്ള എന്ന് പറഞ്ഞുകൊണ്ടോ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടോ മറ്റ് ഹൈന്ദവ മാർഗങ്ങളിൽ ബില്യൺസ് ദൈവങ്ങളെ ഉണ്ടാക്കിയിരിക്കുക. ഇതൊന്നും തന്നെ ഡിവൈൻ ഗവൺമെന്റിന്റെ ഡിമാൻഡിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തിയ മീഡിയേറ്റേഴ്സ് അല്ല. ആരെങ്കിലും ഈ ക്രിസ്തു എന്ന മധ്യസ്ഥനൊഴികെ വേറൊരു മീഡിയേറ്ററിൽ കൂടെ ദൈവത്തോട് സമീപിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ മേൽ ഡിവൈൻ ഗവൺമെന്റിന്റെ ക്രോധമേ വരികയുള്ളൂ. ക്രിസ്തുവിനെ കൂടാതെ ഒരൊറ്റ വ്യക്തിക്ക് പോലും ദൈവത്തോട് അടുക്കുവാൻ സാധ്യമല്ല. കാരണം ദൈവം തൻ്റെ നിയമത്തിന് വിധേയപ്പെട്ടിരിക്കുന്നവനാണ്. ദൈവത്തിന് കരുണ കാണിക്കാൻ സാധ്യമല്ല. ഡിവൈൻ ഗവൺമെന്റ് സാറ്റിസ്ഫാക്ഷൻ അക്സെപ്റ്റ് ചെയ്യാത്തോടത്തോളം കരുണ കാണിപ്പാൻ സാധ്യമല്ല. ഇത് വളരെ മനസ്സിലാക്കണം, വളരെ മനസ്സിലാക്കണം. നീ അപ്പം സ്ഥാപിക്കുന്നത് എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലായി തീർന്ന മനുഷ്യനായ ക്രിസ്തുവേശു അല്ലാതെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ വേറെ സെക്കൻഡറി മധ്യസ്ഥന്മാരോ മധ്യസ്ഥകളോ ഇല്ല എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 100% ഒരു ഉപദേശം സ്ഥാപിക്കുകയല്ല, 100% ഡിവൈൻ കൗൺസിലായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ നാളുകൾ അറിയില്ലായ്മ കൊണ്ടൊക്കെ ഏതെങ്കിലും മധ്യസ്ഥന്മാരോ മധ്യസ്ഥകളിൽ കൂടെയോ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഡിവൈൻ ഗവൺമെന്റ് എന്നുള്ളതല്ല, ദൈവികമായതല്ല, സൈറ്റാനിക് ആണ്. അതുകൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞു കളയുക, ദൈവത്തോട് ക്ഷമ ചോദിക്കുക. ഹല്ലേലൂയ. ഇനി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശരിയാണെന്ന് അംഗീകരിച്ചത് കൊണ്ടായില്ല. ഞാനിതെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്. സ്തോത്രം. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, നിങ്ങൾ പാപം മുഖാന്തരം, നിങ്ങളുടെ വ്യക്തിപരമായ പാപം മുഖാന്തരം നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് മരിച്ചിരിക്കുകയാണെന്നും രക്ഷിക്കപ്പെട്ടവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരെങ്കിലും നമ്മളിത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിടുന്നുണ്ട്, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും തന്നെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാനത് മനസ്സിലാക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അത് ജസ്റ്റ് ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് മാത്രമേ ആകുന്നുള്ളൂ. നിങ്ങൾക്ക് വ്യക്തിപരമായൊരു ഫെയ്ത്ത്, ഒരു സേവിങ് ഫെയ്ത്ത് ആകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഡെത്തിന്, അതാണ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8 വാക്യങ്ങൾ. അവന് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തണം. നിങ്ങൾക്ക് വ്യക്തിപരമായി ബോധമുണ്ടാകണം. അതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ഏക മധ്യസ്ഥനോളെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളുടെ സോളി വെളിപ്പെടുത്തി തരണം. അതാ ഞാൻ പറഞ്ഞത്, ഇൻഫ്ലുവൻസ് ചെയ്യാനല്ലാതെ. ഈ ശബ്ദം കേൾക്കുന്ന അനേകർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിൽ ഉണ്ടായിരിക്കാം,
ഞങ്ങൾക്ക് കേട്ടിട്ടുള്ളതാണ്, ഞങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. അത് ഉണ്ടായാൽ ഒരു ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് മാത്രമേ ആകുന്നുള്ളൂ. അത് സേവിങ് ഫെയ്ത്ത് അല്ല. നിങ്ങളുടെ സോളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, ഇത് ഞങ്ങൾക്ക് ഗ്രഹിക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാൽ അതിൻ്റെ റിസൾട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിനും ഡിവൈൻ ലോയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്താൻ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടും ഡിവൈൻ ലോയ്ക്ക് ഇടയ്ക്ക് നിന്ന ആ മധ്യസ്ഥനെ നിങ്ങളുടെ സോളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ റിയലി ദൈവത്തോട് റീകൺസൈൽ ആകുന്നത്, നിരക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാനുള്ളതാണ് സ്തോത്രം, പ്രായശ്ചിത്തം എന്നുള്ളത്. ഈ ഒരു പേജ് ഞാൻ ഇനി തുടങ്ങി എല്ലാ ക്ലാസ്സുകൾക്കും ഒരു ക്വസ്റ്റ്യനെയർ അയക്കുന്നതായിരിക്കും, ചോദ്യാവലി. നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് മനസ്സിലായത്? സ്തോത്രം. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥന്റെ ആവശ്യം എന്തായിരുന്നു? വാട്ട് വാസ് ദ നെസസിറ്റി ഓഫ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ? ഹൂ ഈസ് എ മീഡിയേറ്റർ? ആരാണ് ഒരു മധ്യസ്ഥൻ? വാട്ട് ആർ ദി മിനിമം ക്വാളിറ്റീസ് ഓഫ് എ മീഡിയേറ്റർ? ഒരു മധ്യസ്ഥന്റെ ഏറ്റവും കുറഞ്ഞ യോഗ്യതകൾ എന്തൊക്കെയാണ്? ഹൗ ക്രൈസ്റ്റ് ഈസ് ഫിറ്റ് ഫോർ ദ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ? ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനാകാൻ ക്രിസ്തു എങ്ങനെ യോഗ്യനായി? വൈ മാൻ ക്രൈസ്റ്റ് ജീസസ് ഈസ് ദ ഓൺലി മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ? വൈ നോട്ട് എനി അതർ ഹ്യൂമൻ ഓർ എനി അതർ ക്രിയേഷൻ? എന്തുകൊണ്ടാണ് മനുഷ്യനായ ക്രിസ്തു യേശു മാത്രം ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ? എന്തുകൊണ്ട് മറ്റേതെങ്കിലും മനുഷ്യരോ മറ്റേതെങ്കിലും സൃഷ്ടിയോ അല്ല? ഇതിന് നിങ്ങൾ തന്നെ ആൻസർ എഴുതുക. നിങ്ങൾക്ക് എങ്ങനെ ഇതിനകത്ത് എത്രത്തോളം മനസ്സിലായി? ഓരോരുത്തരും എഴുതണം, ഓരോരുത്തരും സ്വയമായിട്ട് എഴുതണം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ എഴുതിയ പേപ്പറുകൾ എനിക്ക് അയച്ചു തന്നാൽ നല്ലതായിരിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ ആരെയും അറിവിനെ ചോദ്യം ചെയ്യുവാനല്ല. നമ്മൾ വെറുതെ പ്രസംഗം കേട്ട് പോയിട്ട് കാര്യമില്ല. ഇതെല്ലാം വളരെ സീരിയസ് ആയ വിഷയങ്ങളാണ്. നിങ്ങളുടെ സോളിൻ്റെ രക്ഷയെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. ഇനി തുടങ്ങിയുള്ള എല്ലാ ക്ലാസ്സുകളും വളരെ വിലയേറിയതാണ്. യൂട്യൂബിൽ കേൾക്കുന്നവരാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എൻ്റെ നമ്പർ കിട്ടും. 9495504464 വാട്സപ്പ് നമ്പറാണ്. ഇതിൽ നിങ്ങൾ വാട്സപ്പായിട്ട് അയയ്ക്കുക. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, നിങ്ങൾ എന്താണ് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ന് മനസ്സിലാകാനാണ്. ധരിക്കാൻ വേണ്ടി എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും. ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ജനത്തോട് കർത്താവ് നീ സംസാരിക്കുന്നല്ലോ. ഞങ്ങളുടെ ബലഹീനതയ്ക്കും ഇത് നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും, യൂട്യൂബിൽ നിന്ന് കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് നിന്നോട് നിരപ്പിക്കുവാൻ കൃപ തോന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഏക മധ്യസ്ഥനായ മനുഷ്യയായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.